പ്രിയമുള്ളവരെ, കൂതറ ചാനലിന് വേണ്ടി വെറും തറയായ ഈ ഞാൻ അവതരിപ്പിക്കുന്ന ഈ റിയാലിറ്റി ഷോയിലെ ജഡ്ജസ് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിരവധി ബിവറേജുകളുടെ മുമ്പിൽ നിരവധി തവണ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് അവാർഡുകളും പേവാർഡുകളും കരസ്ഥമാക്കിയ നമ്മുടെ പ്രിയങ്കരനായ ജഡ്ജ് എന്നാണ് പേരെങ്കിലും പുള്ളിക്ക് നിൽക്കാൻ പോലും ആവുന്നില്ല. ഇനി നമുക്ക് അടുത്ത ജഡ്ജസിനെ പരിചയപ്പെടാം. നിരവധി ഷാപ്പുകളിൽ ഇരുന്ന് പാട്ട് പാടി കുടുംബം വിറ്റ് ജീവിതം കോഞ്ഞാട്ടിയായി പോയ നമ്മുടെ OPR എന്നറിയപ്പെടുന്ന OP രാജപ്പൻ. നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പൻസിനെ പരിചയപ്പെടാം. നിരവധി റൗണ്ടുകളിലൂടെ നിങ്ങളുടെ ഷെയറുകൾ സ്വന്തമാക്കി നമുക്ക് ഇവർക്കും പ്രിയങ്കരനായി ഫൈനൽ റൗണ്ട് വരെ എത്തി നിൽക്കുന്ന ഡെയിലി അടിച്ച് കൂത്താടി നടക്കുന്ന കൂത്താടി സുഖു. ഹായ് സുഖു. ഹായ്. ഹൗ ആർ യു? ഐ ലവ് യു. ഫൈനൽ റൗണ്ട് ആണ്, മറന്നിട്ടില്ലല്ലോ? ഞാൻ മറന്നിട്ടില്ല. ഓക്കെ, സുഖു എങ്ങനെ കുടിയനായത്? ഞാൻ കുടിയനായെന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ എന്റെ അമ്മ മരിച്ചുപോയായിരുന്നു. അപ്പൊ ഞാൻ അച്ഛന്റെ അടുത്ത് ചോദിക്കും, എനിക്ക് എന്തെങ്കിലും കുടിക്കാൻ തരുമെന്ന്. അപ്പൊ അച്ഛൻ നല്ലൊരു കുടിയനായിരുന്നു. പുള്ളി ഒരു നിപ്പിളിനകത്ത് പൈൻ്റ് കുപ്പിയിൽ നിപ്പിളിട്ട് എനിക്ക് എന്നും തന്നായിരുന്നു. അങ്ങനെയാണ് അങ്ങനെ. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കൾ ഒരാൾ വണ്ടി ഓടിക്കുക. അപ്പൊ നല്ല വരുമാനമാണല്ലോ വീട്ടില്. പിന്നെ ഉജാലക്കുപ്പി തുളച്ച് വണ്ടി ഉണ്ടാക്കി ഓടിച്ചു കഴിഞ്ഞാൽ കിൻഡിന് കണക്കിന് കാശും കൂടെ കിട്ടുമല്ലേ. അപ്പൊ സുഖേട്ടന് വേറെ മക്കൾ എന്നല്ലേ? എനിക്ക് രണ്ടാമത്തെ മോനുണ്ട്. അവനെ ഓർത്തിട്ടാണ് എനിക്ക് മൊത്തം വിഷമം. കുടി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു കുടി ഞാൻ ഇന്നും ആർക്കും കണ്ടിട്ടില്ല. കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റോട്ടിലാണോ കിടക്കണേ, ഓടയിലാണോ കിടക്കണേ, റോട്ടിലാണോ, ഒന്നും ഒരു നിശ്ചയമില്ല. തന്നെയല്ല, ആണിനെ പെണ്ണിനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടാത്ത രീതിയിൽ പിച്ചും പേരും വിളിച്ചു പറയും. ചീത്തയാണോ പറഞ്ഞത്, എന്താ പറയുന്നത് എനിക്ക് തന്നെ അറിയില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, സുഖേട്ടന്റെ മോനല്ലേ, ഒന്ന് പറഞ്ഞു ഉപദേശിച്ചുകൂടെ? പിന്നെ 1.5 വയസ്സായ കൊച്ചിനെ ഇനി പറഞ്ഞു ഉപദേശിക്കാൻ പോണേ. കുട്ടിയാണോ? നമുക്ക് മത്സരത്തിലേക്ക് കിടക്കാം. പെർഫോമൻസിന് മുൻപായി പാർട്ടിസിപ്പന്റിനോട് നമ്മുടെ ജഡ്ജസിനെ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. എന്തോ നിനക്ക് ഒരു അസംബ്ലസും ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ ഈ ഫൈനലിൽ വരെ നിന്നെ എത്തിച്ചില്ലേ? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ എന്നും ഓരോ പൈന്റ് വീതം മേടിച്ചു തരുന്നു. തെളിവ് ചെയ്യുന്നുണ്ടാ. അതുകൊണ്ട്